അസ്തമയ സൂര്യന്റെ അവസാന കിരണങ്ങൾ മാഞ്ഞപ്പോൾ ക്ലോവർ അവളുടെ കാണാതായ സഹോദരി മെലാനിയുടെ പാത പിന്തുടർന്ന് സുഹൃത്തുക്കളോടൊപ്പം ഗ്ലോർവാലിയിലെ ശാന്തമായ ആ രാത്രിയിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ആ ശാന്തത ഒരു കെണിയായിരുന്നു. ഒരു വിസിറ്റർ സെന്ററിൽ അവർ അഭയം തേടിയപ്പോൾ ഭിത്തിയിൽ പതിച്ച മെലാനിയുടെ ഉൾപ്പെടെയുള്ള കാണാതായവരുടെ ചിത്രങ്ങൾ ആ നാടിന്റെ ഇരുണ്ട ഭൂതകാലം അവരെ ഓർമ്മിപ്പിച്ചു. അവർക്കറിയാമായിരുന്നില്ല ആ രാത്രി അവരുടെ അവസാനമായിരിക്കുമെന്ന്. ഒരു ഭീകരജീവി അവരെ ഓരോരുത്തരെയായി വേട്ടയാടി കൊലപ്പെടുത്തി. പക്ഷേ മരണം എല്ലാത്തിന്റെയും അവസാനമായിരുന്നില്ല. അവർ വീണ്ടും ഉണർന്നു, അതേ രാത്രിയിലേക്ക്. ഓരോ തവണ മരിക്കുമ്പോഴും അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഓരോ പുനർജനിയും ആ ഭീകരമായ സമയചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അവർക്കു മുന്നിൽ തുറന്നു. അതിനൊടുവിൽ അവർ ഒരു സത്യം മനസ്സിലാക്കി. ഈ ദുരന്തങ്ങൾക്ക് പിന്നിൽ ഹിൽ എന്നൊരു ശാസ്ത്രജ്ഞനാണ്. ക്ലോവർ ഹില്ലിനെ നേരിടാൻ തീരുമാനിച്ചു. ഹിൽ വെളിപ്പെടുത്തിയത് അവളെ ഞെട്ടിച്ചു. അവർ നേരിടുന്ന ഭീകരജീവികൾ ക്ലോവറിന്റെ ഉള്ളിലെ ഭയത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും ഉണ്ടായതാണ്. ആ സത്യം അവളെ തളർത്തിയെങ്കിലും അവൾ തളർന്നില്ല. ബുദ്ധിപൂർവം അവൾ ഹില്ലിനെ ഇല്ലാതാക്കി. തുരങ്കങ്ങളിലൂടെ ഓട്ടി അവർ ആ രാത്രിയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പുലരിയുടെ ആദ്യ വെളിച്ചം അവരെ സ്വാഗതം ചെയ്തു. ആ സമയചക്രം അവസാനിച്ചിരുന്നു. എന്നാൽ എല്ലാം അവസാനിച്ചുവെന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു ദുരൂഹത ബാക്കിയായി. ഹില്ലിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ മഞ്ഞുമൂടിയ മറ്റൊരു സ്ഥലത്തേക്ക് ക്യാമറ തിരിയുന്നു. അതോടൊപ്പം ഹില്ലിന്റെ പതിഞ്ഞ ഈണം കേൾക്കുന്നുണ്ടായിരുന്നു. അത് മറ്റൊരു കഥയുടെ മറ്റൊരു ദുരൂഹതയുടെ തുടക്കമായിരുന്നു.